ഹായ് ഹലോ, വിബൂസ് ഫാമിലി വൈബ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ തമ്പനെയിൽ കണ്ടതുപോലെ ഞങ്ങളൊരു കാറ് മേടിച്ച വിശേഷങ്ങളും കാറ് പൂജയ്ക്ക് കൊണ്ടുപോയ വിശേഷങ്ങളും എല്ലാം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുവാണ്. ഞങ്ങൾ മാർച്ച് 26-നാണ് കാറ് മേടിച്ചത്. പക്ഷെ അന്നേ ദിവസം തന്നെ വീഡിയോ എനിക്ക് പോസ്റ്റ് ചെയ്യാനായിട്ട് സാധിച്ചില്ല. അപ്പം അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ കൂടി ആ പൂജാ വിശേഷങ്ങളും കൂടി ആഡ് ചെയ്യുവാണ്. അപ്പം എല്ലാവരും വീഡിയോ കണ്ടിട്ട് വന്നോളൂ. മാർച്ച് 26 കാറിൻ്റെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് വൈകുന്നേരമായി ഒരു 7-8 മണിയായി ഞങ്ങളുടെ കയ്യിൽ കാർ കിട്ടിയപ്പോൾ. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ വിചാരിച്ചു ആ നേരത്ത് നമുക്ക് പൂജയ്ക്ക് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് 27 രാവിലെ ആറ്റുകാൽ അമ്പലത്തിൽ കൊണ്ടുവന്ന് പൂജിക്കാമെന്ന് വിചാരിച്ചു. അവിടെ സമയമുണ്ട്. രാവിലെ 6 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെയാണ് കാറ് പൂജയുടെ ടൈം വരുന്നത് ആറ്റുകാൽ. അപ്പോൾ ഞങ്ങൾ അതിന് മുന്നേ ആയിട്ട് പോകാനായിട്ട് ധൃതി പിടിച്ച് ഓടുവാണ്. കാര്യം കുറച്ച് ലേറ്റായിപ്പോയി. ഹസ്ബൻഡ് ജോലി സ്ഥലത്ത് ഇച്ചിരി മീറ്റിംഗ് കാര്യങ്ങളൊക്കെ ആയിപ്പോയി. അതൊക്കെ കഴിഞ്ഞിട്ട് ധൃതി പിടിച്ചാണ് ഞങ്ങൾ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ ആറ്റുകാലെത്തി. അപ്പോൾ സമയമെന്ന് പറയുന്നത് 11:30 ആവാറായിരുന്നു. അപ്പോൾ ഞങ്ങൾ വേഗം പൂജയുടെ കാര്യങ്ങളൊക്കെ ചെയ്തു. പൂജയൊക്കെ വളരെ ഭംഗിയായിട്ട് തന്നെ നടക്കുവാണ്. ഇതേ സെയിം കളർ വണ്ടി തന്നെ വീണ്ടും ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം തോന്നി. കാര്യം ഞാൻ +2 പഠിക്കുന്ന സമയത്താണ് ടവേര, ആ സമയത്തെ ഫേമസ് കാറായിരുന്നു ടവേര കാറ്, ഞങ്ങൾ ലോണിന് അച്ഛനെടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് അത് മേടിക്കുമ്പോൾ 6 ലക്ഷം രൂപയായിരുന്നു കേട്ടോ. അപ്പോൾ അത് മേടിച്ച് ഞങ്ങൾ ഭയങ്കര ഒരു ഹാപ്പി ആയിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ ഒരു കാറ് വന്ന ഹാപ്പി ആയിരുന്നു. കാര്യം അതിന് മുമ്പ് ഞങ്ങളൊരു സെക്കൻഡ് ഹാൻഡ് കാർ എടുത്തിട്ടുണ്ടായിരുന്നു, ഒമിനി. ആ സമയത്തുണ്ടായിരുന്ന ഒരു ഒമിനി വണ്ടിയായിരുന്നു. അപ്പോൾ അതിനുശേഷം ഫ്രഷ് കാർ എടുക്കുന്നത് ആ ടവേര ആയിരുന്നു. അതിൽ ഞങ്ങൾ പോകാത്ത സ്ഥലങ്ങളില്ല, അത്രമാത്രം ഹാപ്പിനെസ് ആയിരുന്നു. എന്തൊക്കെയോ കുറച്ച് സാമ്പത്തിക കാരണങ്ങളാൽ ഞങ്ങൾക്ക് ആ കാറ് കൊടുക്കേണ്ടി വന്നു. അതിനുശേഷം ഞങ്ങൾ കാറ് മേടിച്ചിട്ടില്ലായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ 4 വീലറേ മേടിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ ഹസ്ബൻഡ് മേടിച്ചപ്പോൾ ഭയങ്കര സന്തോഷമായി ഞങ്ങൾക്ക്. സെയിം അതേ കളർ തന്നെയാണ്, സെയിം കളറായിരുന്നു. അപ്പോൾ അതിലിനി ബേബി ഓൺ ബോർഡ് കാര്യങ്ങളൊക്കെ വെക്കാനുണ്ട്, പിന്നെ കുഞ്ഞിൻ്റെ പേര് എഴുതണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതാൻ വേണ്ടിയിട്ടൊക്കെ ഇരിക്കുവാണ്. അപ്പോൾ അതൊക്കെ പതിയെ ചെയ്യാം. ഞങ്ങളുടെ കാറിലും ഉണ്ടായിരുന്നു എൻ്റെയും സഹോദരൻ്റെയും പേര്. അത് ഞങ്ങൾക്ക് ഭയങ്കര അത് കൊടുക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായിരുന്നു. പിന്നെ ഓരോരോ സിറ്റുവേഷൻ അനുസരിച്ച്, നമ്മുടെ സാഹചര്യങ്ങളനുസരിച്ചൊക്കെ നമ്മൾ അത് കൊടുക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു. അപ്പോൾ ഞങ്ങളത് കൊടുക്കുമ്പോൾ ഭയങ്കര ഒരു വിഷമം തോന്നിയിട്ടുണ്ട് ഞങ്ങളുടെ പേര് അതിലുണ്ടായിരുന്നപ്പോൾ. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ കാറ് മേടിച്ചപ്പോഴത്തേക്കും കുഞ്ഞിൻ്റെ പേര് അതിലിങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്തപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ഒരു സന്തോഷമായി. ആ സമയത്ത് ആ ഒരു വിഷമം ഇങ്ങനെ മാറിക്കിട്ടുവാണ്. ഓരോ കാര്യങ്ങളായിട്ട് തിരിച്ച് കിട്ടുന്നല്ലോ എന്നുള്ളൊരു സന്തോഷവും ഉണ്ട് ഞങ്ങൾക്ക്. അമ്പലത്തിലെത്താൻ ലേറ്റ് ആവുമെന്ന് വെച്ചിട്ട് ഞാനും ഹസ്ബൻഡ് ഭാവിയൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് പൂജയൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴേക്കും 12:45 അടുപ്പിച്ചായിരുന്നു. അങ്ങനെ വിബുക്കുട്ടന് ഞാൻ രാവിലെ ദോശ ചുട്ട് കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു, അത് അവന് കൊടുക്കുവാണ്. കഴിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു, കാരണത്തിരുന്ന് ഞാൻ കൊടുക്കുവാണ്. വെയിലും ചൂട് സഹിക്കാൻ വയ്യാത്ത വിധമായിരുന്നു. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ രാവിലെ കുളിച്ചിട്ടാണ് പോയത്. പക്ഷേ ഞങ്ങൾ തിരികെ വരുമ്പോൾ വീണ്ടും കുളിച്ച മട്ടായി, തരത്തിലാണ് വിയർക്കുന്നത്. അങ്ങനെ ഞങ്ങൾ വഴിയിൽ നിർത്തി ഒരു ജ്യൂസ് വാങ്ങാനായിട്ട് ഇറങ്ങി ഹസ്ബൻഡ്. ആ നേരം കൊണ്ടാണ് ഞാൻ ഭാവിക്ക് ഫുഡ് കൊടുത്തത്. കാർ മേടിച്ചതിൻ്റെ അന്ന് തന്നെ കമലാക്ഷി അമ്മ അങ്ങ് കൊട്ടാരക്കര, അമ്മമ്മയ്ക്ക് വയ്യാത്തത് കാരണം അമ്മ അങ്ങോട്ടേക്ക് നോക്കാൻ പോയിരുന്നു. അപ്പോൾ അതിനുശേഷം വന്നപ്പോഴേക്കും രാത്രിയായി. അപ്പോൾ ഞങ്ങൾ കാറ് പൂജയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി ഒന്ന് റിലാക്സ് ചെയ്തിട്ട് പതിയെ ഇറങ്ങി. അമ്മയും അമ്മൂമ്മയും കാറൊക്കെ കൊണ്ടുവന്ന് കാണിച്ചു. അവർ ജസ്റ്റ് ഒന്ന് കാറിൽ ഒരു റൗണ്ട് ചുറ്റിച്ചിട്ട് ഞങ്ങൾ നേരെ
വീട്ടിൽ വന്നു. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഞങ്ങൾ വെട്ടുകാട് വന്ന് കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു. നല്ല ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു കേട്ടോ ആ രാത്രി സമയത്ത്. കാര്യം വെച്ചാൽ ഈ ടൈമൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പകൽ പോകുന്നേക്കാൾ ഈ ടൈമിലൊക്കെ പോകുമ്പോൾ ഒത്തിരി നമ്മുടെ മൈൻഡ് ഒന്ന് റിലാക്സ് ആവും കേട്ടോ. അതിനുശേഷം അച്ഛനും മോനും കൂടി മണ്ണിൽ ഓടിക്കളിയും ബഹളമൊക്കെ ആയിരുന്നു. കുറേ നേരം ഞങ്ങളിവിടെ ഇരുന്നു. രാത്രി ഒരു 11 മണിയൊക്കെ ആവാറായപ്പോഴാണ് ഞങ്ങൾ തിരികെ പോകുന്നത്. അതുവരെ ഞങ്ങൾ അവിടെ തന്നെ ഇരുന്നു. പിന്നെ ഐസ്ക്രീമൊക്കെ മേടിച്ചു കൊടുത്തു. പിന്നെ ഐസ്ക്രീം വലിയ ഇഷ്ടമാട്ടോ. ഞങ്ങൾ കുറേ നാൾ കൊടുക്കാണ്ടിരുന്നു, പക്ഷെ ഒരു രക്ഷയില്ല. പിന്നെ ഐസ്ക്രീമും ചോക്ലേറ്റും ഒക്കെ വാങ്ങിക്കൊടുക്കേണ്ട എന്നൊന്നും അല്ല, എന്നാലും ഇപ്പം അവന് ഐസ്ക്രീം ഒത്തിരി ഇഷ്ടമാണ്. അവൻ കഴിക്കാറുണ്ട്. ഞങ്ങൾ കല്യാണം കഴിഞ്ഞ സമയത്ത് ഞാനും ഹസ്ബൻഡും ഇതുപോലെ ഒരു നൈറ്റ് റൈഡിനൊക്കെ ഇറങ്ങുന്ന സമയത്ത് ഹസ്ബൻഡ് ഞാനും ഇങ്ങനെ ഈ യാത്ര ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞങ്ങൾ പറയുമായിരുന്നു, ഒരിക്കൽ കാറ് വാങ്ങിച്ചിട്ട് ഇതുപോലെ നമുക്ക് നൈറ്റ് റൈഡിന് വരണം എന്ന്. അപ്പോൾ ഞാനിരുന്നുകൊണ്ട് പറയും, കാറ് ഇനി ഏത് കാലത്താണെന്നൊക്കെ ഞാനിരുന്ന് പറയുമായിരുന്നു. പക്ഷേ കാറ് മേടിച്ച് കഴിഞ്ഞപ്പോൾ അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ അതൊരു സ്വപ്നമാണോ എന്ന് പോലും ഞങ്ങൾക്ക് തോന്നിപ്പോയി. കാര്യം വെച്ചാൽ ഞങ്ങളത് എപ്പോഴോ കണ്ട ഒരു ഇമാജിനേഷനായിരുന്നു. അത് യാഥാർത്ഥ്യമായി. ഞങ്ങൾ ഈ നൈറ്റ് റൈഡൊക്കെ ഇങ്ങനെ പോകുമ്പോഴേക്കും ഞങ്ങളിങ്ങനെ ആലോചിച്ച് പോകാറുണ്ട്. നമ്മുടെ ആ ഒരു സംസാരവും നമ്മളിപ്പോൾ പോകുന്നതും ഒക്കെ ഇങ്ങനെ ആലോചിക്കാറുണ്ട്. ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഞാനും ഹസ്ബൻഡും ഒരുപോലെ ഒരു വൈബുള്ള ആൾക്കാരാണ്. കാര്യം വെച്ചാൽ ഞങ്ങൾക്ക് ഈ നൈറ്റ് റൈഡൊക്കെ എന്ന് വെച്ചാൽ ഞാൻ കല്യാണത്തിന് മുമ്പ് അങ്ങനെ വീട്ടിൽ നിന്ന് അങ്ങനെയൊന്നും ആ നേരത്ത് കൊണ്ടുപോകില്ല. വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുട്ടുന്നതിന് മുന്നേ വീടെത്തണം എന്നാണ് പറയുന്നത്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. നമ്മളിങ്ങനെ അതിനായിട്ട് ഇറങ്ങും. രാത്രി ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്ന ഓരോ യാത്ര ചെയ്യുന്നത്. കരിക്കകത്തെ ഉത്സവം തുടങ്ങിയിട്ടുണ്ട്. 3-ാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ഞങ്ങൾക്ക് ഈ സൺഡേ ആണ് പോകാൻ സാധിച്ചത്. അയ്യോ, ഞങ്ങളൊട്ടും വിചാരിച്ചില്ല ഇത്രയും ക്യൂ കാണുമെന്ന് അറിയില്ലായിരുന്നു. പാലത്തിൻ്റെ അതുവരെ ഉണ്ടായിരുന്നു ക്യൂ. പിന്നെ കരിക്കകത്ത് പോകുന്നവർ 9-ാം തീയതിയാണ് പൊങ്കാല. പോകുന്നവർ കുടയോ കുഞ്ഞുങ്ങൾക്ക് തൊപ്പിയോ എന്തെങ്കിലുമൊക്കെ കരുതുക. കാര്യം അത്ര ചൂടും വെയിലുമാണ്. ആ വരിയിൽ നിന്നിട്ട് തന്നെ നമ്മൾ തളർന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഇടയ്ക്ക് വെള്ളം തരാനൊക്കെ ആൾക്കാർ നിൽപ്പുണ്ടെങ്കിലും നമ്മൾ കണ്ടമാനം വെയിലും ചൂടും അനുഭവിക്കേണ്ടി വരും. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞ് ആ ഷെഡിനകത്തേക്ക് കയറി കഴിയുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര റിലാക്സേഷനാണ്. നമുക്ക് നല്ല രീതിയിൽ തൊഴാനും കാര്യങ്ങൾക്കൊക്കെ പറ്റും. പക്ഷെ ആ പുറത്തെ വെയിൽ അസഹനീയമായ വെയിലാണ്. അതുകൊണ്ട് തന്നെ കുടയോ തൊപ്പിയോ ഒക്കെ കരുതുക, അല്ലാന്നുണ്ടെങ്കിൽ പെട്ടുപോകും ശരിക്കും. ഒരു 4 വർഷത്തിന് മുമ്പാണ് ഞാൻ അവിടെ തൊഴാനായിട്ട് പോയത്. പിന്നെ അതിന് ശേഷം പോയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ ഹസ്ബൻഡും വാവയും കൂടിയാണ് പോയത് തൊഴാനായിട്ട്. എന്തായാലും അകത്ത് കയറി കഴിഞ്ഞാൽ ഭയങ്കര ഒരു റിലാക്സേഷൻ ഫീൽ ചെയ്യും. നമുക്ക് നല്ല രീതിയിൽ തൊഴാനൊക്കെ പറ്റും. അപ്പോൾ ഞങ്ങൾ നല്ല രീതിയിലൊക്കെ തൊഴുതു. 9:50 ആവാൻ 1 മിനിറ്റ് ഉള്ളപ്പോഴാണ് ഞങ്ങൾ കയറിയത്. അവിടെ ക്യൂവിൽ നിന്നത്. ഞങ്ങൾ അകത്തേക്ക് കയറാനായിട്ട് ആ വെയിലിൻ്റെ ആ ഒരു അറ്റം മാറി കിട്ടിയത് 10:45-നാണ്. അപ്പോൾ ഞങ്ങൾ എന്ത് നേരം അവിടെ നിന്നിട്ടുണ്ടെന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അതൊരു വല്ലാത്തൊരു അനുഭവമായിരുന്നു കേട്ടോ ആ ഒരു വെയിൽ കൊള്ളുന്നത്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക, ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ കയ്യിൽ വെള്ളമെങ്കിലും കരുതുക. ആ വെയിൽ കൊള്ളുന്ന അത്ര ഇപ്പോഴത്തെ വെയിലെന്ന് പറയുന്നത് ഒരു വല്ലാത്തൊരു ചൂടാണ്. അതെ, നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ, ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും അവിടെ ആ അടിക്കുന്ന ആ ഒരു വെയിലിൻ്റെ ആ ഒരു കാഠിന്യം നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ തിരികെ പോരുമ്പോൾ അടുത്തത് അമ്പലത്തിൽ കയറാനായിട്ട് പോകുന്ന ആൾക്കാരുടെ ഒരു നിര തന്നെയാണ് ഈ കാണുന്നത്. ഞങ്ങൾ പോകുമ്പോഴും ഇതുപോലെ ഉള്ള ഒരു ബ്ലോക്കായിരുന്നു. അതുപോലെ
തിരിച്ച് ഞങ്ങൾ പോകുമ്പോഴും അതുപോലെ തന്നെയാണ് ബ്ലോക്ക്. പിന്നെ ഇതിനിടയിൽ ഞങ്ങളുടെ വണ്ടിയുടെ ഫ്രണ്ടിലായിട്ടൊരു ഓട്ടോ ഇടയിൽ കയറിയായിരുന്നു. ഒരു പോലീസ് വന്നിട്ട് ആ ഓട്ടോയെ ഇത്രയും ദൂരവും ബാക്കിലോട്ട് എടുപ്പിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ ഒരു ചെറിയ വണ്ടി ഈ ഒരു ലിമിറ്റഡ് സ്പേസിനകത്ത് കയറിയാലും ഭയങ്കര ബുദ്ധിമുട്ടാണ്. വണ്ടികളെല്ലാം ബ്ലോക്ക് ആവാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ആ പോലീസുകാരൻ അത്രയും ആ ഓട്ടോയെ ബാക്കിലോട്ട് തന്നെ എടുപ്പിക്കുന്നത്. വീട്ടിൽ വന്ന് കുറച്ച് നേരം റിലാക്സ് ചെയ്ത ശേഷം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ പോയത് ഞങ്ങളുടെ റെസിഡൻസ് അസോസിയേഷൻ പ്രോഗ്രാം കാണാനായിട്ടായിരുന്നു. ഞങ്ങൾ കഴിഞ്ഞ 2 വർഷമായിട്ട് കൃത്യമായിട്ട് ഈ പ്രോഗ്രാമിന് പങ്കെടുക്കുന്നുണ്ട്. നല്ല പ്രോഗ്രാമാണ് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. എല്ലായിടത്തെയും പോലെ ഒരു മുഷിപ്പിക്കൽ കാര്യങ്ങളൊന്നുമില്ലാത്ത ഒരു റെസിഡൻസ് പ്രോഗ്രാമാണ്. പല റെസിഡൻസ് പ്രോഗ്രാമിൽ പോയിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. കുഞ്ഞു കുട്ടികളുടെ നല്ല എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാംസ് ആയിരുന്നു. പിന്നെ അവിടെ ഈ കുഞ്ഞു കുട്ടികളൊക്കെ പ്രോഗ്രാംസ് അവതരിപ്പിച്ചെങ്കിലും എൻ്റെ കുഞ്ഞ് കിടിലനായിട്ട് അവിടെ തിളങ്ങി കേട്ടോ. ഒരു രക്ഷയില്ലായിരുന്നു. ഈ കുട്ടികൾ കളിക്കുകയോ എടുക്കുകയൊക്കെ ചെയ്യുമ്പോഴേ ഏറ്റവും ഫ്രണ്ടിലായിരുന്നു. ഞങ്ങളുടെ അടുത്ത് ഇരുന്നിട്ടേ ഇല്ല. ഞങ്ങളുടെ അടുത്ത് ഇരിക്കാണ്ട് ഈ കുട്ടികളുടെ കൂടെ തന്നെയായിരുന്നു. പിന്നെ അവസാനം പ്രോഗ്രാം അവതരിപ്പിക്കുന്ന കുട്ടികളുടെ കൂടെ സ്റ്റേജിൽ കയറാൻ തുടങ്ങി. ഒരു ബലൂണ് കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. പ്രോഗ്രാം കഴിഞ്ഞ് ഞങ്ങളൊരു 9 മണിയോടുകൂടി വീട്ടിലേക്ക് എത്തി. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ് ചെയ്തിട്ടില്ലാത്തവർ സബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.